നമ്മുടെ വിച്ചുവിന് ബർത്ത്ഡേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരില്ലേ? അല്ല, അങ്ങനെ വരുമ്പോ അവരുടെ ലൈഫിലെ കൂളിംഗ് ഗ്ലാസ് വെച്ചോടത്ത് ചാണകം ഇങ്ങനെ മെഴുകി വെച്ച ഫീൽ എനിക്ക് വന്നത്. എടാ, ഇങ്ങനെ കറക്റ്റ് എന്റെ മൈലേക്ക് വന്നതാ, ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ എഴുതിയൊരു ഫീല്. ഒരു കാര്യം എനിക്ക് പറയാണ്ട്, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല. അത് പറഞ്ഞോ. നിങ്ങൾ തന്നെ ഇങ്ങനെ പേടിക്കണേ. ആ പോയ 5 ലക്ഷം പിടിക്കാൻ വേണ്ടി 10 ലക്ഷം ഇറക്കാൻ ഞാൻ നോക്കിയത്. ജസ്റ്റ് ഡ്രസ് ഒന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ റീച്ച. ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ആഡംബര ജീവിതവും ഇൻഫ്ലുവൻസേഴ്സിന്റെ ട്രെൻഡിങ് റീലുകളാണ് എല്ലാ ദിവസവും തരംഗം. നിങ്ങൾക്ക് അത്തരമൊരു റീലുകൾ വേണ്ടേ? ജോയിൻ അവർ ക്ലാസ്. അങ്ങനെ ഒരു ഹുക്ക് ഇട്ട് തുടങ്ങിയാലേ. ടിപ്സ് വേണോ? എന്നാ ഈ എപ്പിസോഡ് കണ്ടോ? കൂളിംഗ് ക്ലാസ് വയ്ക്കണം. ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻഫ്ലുവൻസേഴ്സ് ആവാനുള്ള ടിപ്സ്, ഈസിലി മോണിറ്റൈസേഷൻ ആവാനുള്ള ടിപ്സ്, ബ്രാൻഡഡ് കണ്ടന്റുകളും വന്നിട്ട് ഡിസ്കവർ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് വർക്കുകൾ കിട്ടുന്നില്ലേ? ഉൾക്കാണ്ടിരിക്കുന്ന ടിപ്സ്. മാസം ഏർണിങ്സ് 1 ലക്ഷത്തിന് മേലെ 2 1 അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ പോണ പോക്ക്. നിന്റെ അക്കൗണ്ട് ഇന്നല്ല മോണിറ്റൈസേഷൻ ആയ, അല്ല ബ്രാൻഡഡ് കണ്ടന്റ് എലിജിബിൾ ആയി കിടക്കണ്ടായി. ഡിസ്കവർ പ്രോജക്റ്റ് ഇപ്പോഴാ വന്ന ഇങ്ങനെയാണ് കാണാതിരിക്കുന്നത്. കത്തും കിട്ടുന്നു. അതെ അതെ. ഇൻഫ്ലുവൻസർ എന്താണ് ഇൻഫ്ലുവൻസർ? എന്താവണം ഇൻഫ്ലുവൻസർ? ആരായിരിക്കണം? എടാ, ഇൻഫ്ലുവൻസർ എന്ന് പകരം വേറൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. ആ കൊടുക്കണം ഇടക്കിടക്ക്. ഈ എപ്പിസോഡിൽ മാത്രം അല്ലെങ്കിൽ വേണ്ട, കൺഫ്യൂഷൻ ആവൂല. ഒരു ജെൻഡർ ബയാസ്ഡ് ആവരുത്. അപ്പൊ ആരായിരിക്കണം ഇൻഫ്ലു? എങ്ങനെയായിരിക്കണം നമ്മുടെ ഇൻഫ്ലു? ആരായിരിക്കണം ഇൻഫ്ലു? അതിന്റെ ഞാനും പറഞ്ഞു. എനിക്കെന്താ പറഞ്ഞൂടെ? അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോ വെൽക്കം ഓൾ ടു ദ 7th എപ്പിസോഡ് ഓഫ് അൺഫിൽറ്റർഡ്. ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഡെയിലി ചർച്ചയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റങ്ങരുടെ റീല് കണ്ട, ഇവരുടെ റീല് കണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് ടോപ്പിക്ക് തുടങ്ങണേ. ഓരോ അതല്ല, എന്റെ ചിന്തയൊക്കെ പോയത് മറ്റേ ആറാട്ടണ്ണന്റെയും നമ്മുടെ അലഞ്ചസ് പെരേരയുടെ ഒക്കെയാ. നീ അവരുടെ റീലാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ നീ അങ്ങനെ ആലോചിച്ചു പോകും. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. നീ മറ്റേ ആരുടെ രേണുസുധീരല്ലേ നീ ആരത്? അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ഡെയിലി നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് മാറ്റണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാഷ്വൽ ടോക്കിലൊക്കെ വരുമ്പോൾ എപ്പോഴും ആരുടെങ്കിലുമൊക്കെ റീല് കയറി വരും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ യൂട്യൂബ് ഷോർട്സോ ഇൻസ്റ്റാഗ്രാം റീൽസോ ഫേസ്ബുക്കിൽ ഷോർട്സൊക്കെയാണ് നമ്മളിരുന്ന് കാണാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റീല് വരാനായിട്ട് ബന്ധപ്പെട്ട ഫ്രണ്ട്സിന് നമ്മൾ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് അയക്കാറുണ്ട്. കളിയാക്കലാവാം, ചിലപ്പോൾ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യണതാവാം, അല്ലെങ്കിൽ ഒരു പഴയ ഓർമ്മകൾ ഓർക്കുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ളതാവാം, ടെക്നിക്കലായിട്ടുള്ള റീലുകളാവാം. അങ്ങനെ പല ടൈപ്പ് റീലുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുടെ ഇടയിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് മെയിൻലി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യണില്ല. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ വേറെന്തിട്ടുള്ള പണ്ടാണെങ്കിൽ ടിക്ടോക്ക് പറയാം, ട്വിറ്ററിൽ അങ്ങനെ ഇവരങ്ങനെ അധികം. ലിങ്ക്ഡിൻ ഏതാണ്ട് മറ്റേ മാട്രിമണി സൈറ്റ് പോലെ ഇപ്പൊ. നാളെ ഒരുത്ത മറ്റേ ലവ് ചിഹ്നൊക്കെ പിടിച്ചിരിക്കണ്ടേ ഞാൻ നോക്കിയപ്പോ. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വലിയൊരു പങ്ക് നമ്മുടെ ലൈഫിലുണ്ട്. അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ ആവട്ടെ, ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ ഉണ്ടാവും, ഓരോ സൈറ്റുകളുടെ പ്രൊമോഷൻ ഉണ്ടാവും, ആപ്പുകളുടെ പ്രൊമോഷൻ ഉണ്ടാവും, ഇഷ്ടംപോലെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അല്ലാണ്ടും അവർ സോഷ്യൽ മെസ്സേജ് പോലെ അവരുടെ കണ്ടന്റുകളിൽ ചിലത് സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടാവാം. ഇതിലൊക്കെ അവരെത്രത്തോളം അവരുടെ ആ ഇൻഫ്ലുവൻസർ എന്നുള്ള പേരിനോട് നീതി കാണിക്കുന്നുണ്ട്? എന്താ നിങ്ങൾക്ക് തോന്നണേ? മനസ്സിലായോ?
ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ഒക്കെ വിടും. ബേസിക് കണ്ടു ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നല്ലത് ഇതിൽ നിന്ന് കിട്ടി നമ്മളതായിട്ട് മാറാൻ ശ്രമിക്കണം. someone who influences. ഇൻഫ്ലുവൻസർ അതാണ് ഇൻഫ്ലുവൻസർ അല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾ. ഫോർ എക്സാമ്പിൾ ഒരു കുറെ വേസ്റ്റുകളുള്ള സ്ഥലത്ത് പോയിട്ട് വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്തു ഇൻഫ്ലുവൻസറാണ്. അങ്ങനത്തെ ഒരു ചാനൽ ഉണ്ട് കേട്ടാ. ഓരോ ഈ ഏരിയ എറണാകുളം സൈഡില് clean ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഒരു ലേഡിയാണ് അതിന്റെ മെയിൻ ആണെന്ന് തോന്നുന്നു. ടീമായിട്ട് ഞാനും കണ്ടിട്ടുണ്ട്. അവര് ഭയങ്കര ഇതായിട്ട് നമ്മുടെ അവരുടെ സേഫ്റ്റി ഗ്ലൗസും കാര്യങ്ങളൊക്കെ എടാ ഈ മോഹിനിയാട്ടത്തിലൊക്കെ ഉള്ളത് സുഭാഷായിട്ട് അഭിനയിക്കുന്നത് ബേബി ജീൻ. ബേബി ജീനൊക്കെ ഇപ്പൊ ഈ അടുത്തൊരു റീൽ ഇറങ്ങിണ്ടായി. പുള്ളിക്കാരൻ പോയിട്ട് ഈ വേസ്റ്റ് ഒക്കെ ക്ലീനിങ്ങിനും കാര്യങ്ങളും അടിപൊളി. ബീച്ചോ ആളുടെ അതില് കാണിക്കണില്ലേ വേസ്റ്റ് ഒന്നും ഇടരുന്നും പറഞ്ഞ് സെയിം സാധനം പടത്തിലുണ്ട്. വെച്ചിട്ട് ആള് റിയൽ ആയിട്ട് പോയി. ഓ അത് നല്ല കാര്യമാണ്. ഇൻഫ്ലുവൻസർ അതെ, അതാണ് ഇൻഫ്ലുവൻസ്. അതായത് പബ്ലിക്കിന് ആളുടെ കണ്ടന്റ് കണ്ടിട്ട് എന്തെങ്കിലും പോസിറ്റീവ് ഒരു ഇൻടേക്ക് എടുക്കാൻ പറ്റണം. അത് അങ്ങനെ ആവണം ഇൻഫ്ലുവൻസർ. ഇപ്പോൾ നമ്മൾ ആ ക്ലീനിങ്ങിൻ്റെ ആ ടീം അവരെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ ടാഗ് ചെയ്ത് തരാം. അവർ ചെയ്യണ നല്ലൊരു കാര്യമാണ്. അങ്ങനത്തെ കുറേ ടീമുകൾ വന്ന് ഈ നാടിന് ഇഷ്ടംപോലെ നല്ല മാറ്റങ്ങൾ വരും. പക്ഷെ വേറെ കുറേ ടീമുകൾ വേറൊരു പ്രശ്നമുണ്ട്. മിക്കവർക്കും ഈ കോമാളിത്തരം കാണിക്കണവരെയാണ് താല്പര്യം ഓഡിയൻസിന്. അത് നല്ല കണ്ടന്റ് കിട്ടാത്തോണ്ടാ. നല്ല ഈ ചില ആൾക്കാരുടെ വീഡിയോക്ക് റീച്ച് കിട്ടുന്നുണ്ടായിരിക്കും അറിയോ. ഒരു കോമാളിത്തരം കാണിക്കണോ കോമാളിത്തരം ആണെന്ന് മനസ്സിലാക്കിയിട്ടും അതേ കണ്ടന്റ് തന്നെ റിപ്പീറ്റ് വാല്യൂ വന്നോണ്ടിരിക്കുക. അത് അവര് ചിലവര് ഇഷ്ടംപോലെ പേര് അറിഞ്ഞുകൊണ്ട് കോമാളിത്തരം കാണിക്കാൻ റെഡി ആയി വരികയാണ്. കാരണം എന്താ, അവർക്ക് വൈറലാവാം. ഇപ്പൊ ഇവര് കൊറേ പേര് ഷോർട്ട് ഫിലിം ഇറക്കണമെന്നും പറഞ്ഞിട്ട് കോട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് BTS. പക്ഷെ ഇവരുടെ ഒന്നും ഷോർട്ട് ഫിലിംസ് മര്യാദക്ക് കാണുന്നില്ല. കൊറേ ഷോർട്ട് ഫിലിംസ്, അതേപോലെ തന്നെ കൊറേ മൂവി റീക്രിയേഷൻസ് എന്നും പറഞ്ഞിട്ട് ബെസ്റ്റ് കണ്ടക്ടറിലെ കുഞ്ഞാക്കിയായിട്ട് ഇറങ്ങാ അങ്ങനത്തെ ഒക്കെ. പക്ഷെ അതിന്റെ റിയൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് കാണണല്ലേ. മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, ഓഡിയൻസ് അവർക്കുണ്ട്, ലൈക്കൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും അതിൽ കോമാളിത്തരം കാണിക്കാൻ നിൽക്കണത്. അപ്പൊ മോണിറ്റൈസേഷൻ ഒരു കണക്കിന് തെറ്റായ ഇൻഫ്ലുവൻസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ. ഇപ്പൊ നിനക്ക് ഇന്ന് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞു, ശരി, അതിൽ പ്രൊമോഷൻ ആഡുകൾ വരാൻ ഓരോ കമ്പനികൾ നിനക്ക് പൈസ തന്ന് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ ഒരു ചാത്തൻ കമ്പനി ചാത്തൻ കോസ്മെറ്റിക് പ്രൊഡക്റ്റും കൊണ്ടുവന്ന് നിന്നെ അപ്രോച്ച് ചെയ്യണം. നിനക്ക് അവരുടെ പേര് കണ്ടപ്പോഴേ മനസ്സിലായ ചാത്തനാണ് സാധനം. അത് നീ ചെയ്യൂല്ലോ. എന്റെ കാര്യം എനിക്ക് കമ്പാരിറ്റീവ്ലി അതിനോട് താല്പര്യമില്ല, ചെയ്യില്ല. കാരണം എനിക്കൊരു വന്നായിരുന്നു ഒരു എണ്ണയുടെ പരസ്യം, അവിടെ ഇരുന്നു, എനിക്ക് തിരിച്ചയച്ചു കൊടുത്തു. സാധനം എത്തണ വരെ എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അത് റിവ്യൂസും കാര്യങ്ങളും നോക്കിയപ്പോ അത്ര നല്ല അഭിപ്രായമല്ല. അതാണ് ഓരോ പ്രശ്നം. ഇത് ഇങ്ങനെ എല്ലാവരും ചെയ്യണമെന്നില്ല. ഇപ്പോ സ്റ്റാർട്ടിങ് ആണ്, വേറെ ഭയങ്കര പ്രാരാബ്ധത്തിൽ നിൽക്കണ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് കേട്ടോ. അതേപോലെ അതായത് ഒരുപാട് പ്രാരാബ്ധത്തിൽ നിന്ന് വീടില് തീരെ ഗതിയില്ലാണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വെച്ച് അതിൽ കണ്ടന്റ് ക്രിയേഷൻ മാത്രം ചെയ്ത് ഫാമിലി ഫുള്ളായിട്ടൊക്കെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണ ഒരു ഫാമിലി ഉണ്ടല്ലോ, ഒരു പെണ്ണും അച്ഛനമ്മയും. അങ്ങനെ ഇഷ്ടംപോലെ ടീമുണ്ട്. അവരൊക്കെ ഇതേപോലെ കയറി വരും. ഇത് നമ്മൾ കാണുന്ന മലയാളത്തിന്റെ മാത്രമാണ്. ഇതേപോലെ പല ലാംഗ്വേജിലും പല സ്ട്രഗിൾസും കടന്നു അതിന്ന് കോപ്പി അടിച്ചിട്ടാണല്ലോ പലരും കണ്ടന്റ്സ് ഇവിടെ ചെയ്യണേ. അത് കോപ്പി അടിക്കുന്നതിനെ പറ്റിയിട്ടൊന്നല്ല എനിക്ക് പറയാനുള്ളത്. അല്ല, ഓൾമോസ്റ്റ് ഞാൻ ഈ ഫോറിൻ കൺട്രീസിലുള്ള റീൽസ് കണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങും. മറ്റേ രജനയാ, എല്ലാം കോപ്പി. ഞാൻ തലേദിവസം ഞാൻ ഇംഗ്ലീഷിനായിട്ടുണ്ടാവും, പിറ്റേ ദിവസം ഇവര് ഇറക്കിയിട്ടുണ്ടാവും. ഒരു കണ്ടന്റും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ. അതായത് ഈ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ ഒരു പ്രശ്നമുണ്ട്. ഈ വ്യൂവർഷിപ്പ് താഴ്ന്നു പോകാൻ പാടില്ല. ഇപ്പൊ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് 30 ദിവസത്തിൽ നിങ്ങളുടെ എത്ര വ്യൂസ് ആണ് എന്നൊക്കെ കാണിക്കും. പിന്നെ കമ്പാരിറ്റീവ് ആലോചിച്ച് തല കയറി പോണൊക്കെ വേദം ഒന്ന് നോക്കിട്ട് നമ്മള് കണ്ടില്ല മറ്റേ എക്സ്പ്രഷൻ
അപ്പൊ അതായത് അവര് കോപ്പി അടിച്ചിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യൂവർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ അവർക്ക് പുതിയ പുതിയ ഏർണിങ്സ് വന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഏർണിങ്സ് ആണ് മെയിൻ ഒരു പ്രശ്നം ഇങ്ങനത്തെ ഒരു കോമാളിത്തരം വരണതിൻ്റെയൊക്കെ. ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്കിന്റെ അർത്ഥം മാറിപ്പോവാൻ കാരണം ഏർണിങ്സ് ആണ്. അപ്പോൾ ഏർണിങ്സ് എടുത്ത് കളയണ്ടേ? നാട്ടിൽ പക്ഷെ വേറെ ജോലി ഇല്ലല്ലോ അവർക്ക്. പറഞ്ഞാ പലരുടെ ജോലി പോകും. അല്ല, ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇത്. തെറ്റായ ഇൻഫ്ലുവൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഏർണിങ്സ് അല്ല അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരിടയ്ക്ക് യൂട്യൂബിൽ കുറേ ഒരു പരിപാടികൾ വന്നുകൊണ്ടിരുന്നു. ഇഷ്ടംപോലെ കച്ചറ ഷോർട്ട് ഫിലിംസും റൊമാൻറ്റിക് ആൽബംസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു. വരുമാനം കിട്ടണമുണ്ടായിരുന്നു. യൂട്യൂബ് പിന്നെ കുറേ സ്ട്രിക്റ്റ് ആക്കി. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റുകളെ കൂടുതലും കയറിപ്പോണേ. ശ്രദ്ധിച്ചണ്ട, ഇഷ്ടപ്പെടുന്ന കണ്ടന്റിനേക്കാൾ കൂടുതൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റിനേക്കാൾ കൂടുതൽ റീച്ചും കാര്യങ്ങളും നിനക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റ് ആയിരിക്കും. അത് നെഗറ്റീവ് ഉള്ള സാധനമായിരിക്കും, നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ വൾഗാരിറ്റി. അത് ചില ഇൻഫ്ലുവൻസർമാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ നോർമലി വ്ളോഗിൽ സംസാരിക്കണതും അതിന്റെ ബാക്കിലത്തെ വോയിസ് ഓവറില്ലേ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാന്ന് തോന്നിയിട്ടുണ്ടാ? അല്ലത് അതായത് ചെയ്ത് 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 അവർക്ക് എങ്ങനെയും ചെയ്ത് തീർത്താൽ മതി നോക്കും. പൈസ കിട്ടണുണ്ട്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അവര് സന്തോഷത്തോടുകൂടി പ്രൊഫഷണൽ രീതിയിൽ തുടങ്ങും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് ഒരു ഡെയിലി റുട്ടീൻ ആകുമ്പോൾ ആ ആത്മാർത്ഥം പറയുന്നത്. മുന്നത്തെ ചില ആൾക്കാരുടെ ഇപ്പം നമ്മുടെ നോർമലി ഇങ്ങനെ പയ്യെ പയ്യെ തുടങ്ങി സംസാരിച്ച് കുറച്ച് ആ താഴത്തുനിന്ന് മുകളിലേക്കുള്ള റീലുകൾ നോക്കുമ്പോൾ ഒക്കെ ഫുള്ളായിട്ട് ചാലക്കുടി ബേസ്ഡ് ആണെങ്കിൽ നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് പറഞ്ഞ് ഫുള്ള് ഇതില്. പിന്നെ സ്ലാങ്ങും അത് മറ്റേ ഈ അസംബ്ലിക്കൊക്കെ നമ്മള് ബുക്ക് വായിക്കില്ലേ, ഇവിടെ എങ്ങനെ കാണാൻ സാധിച്ചു, അതേപോലെ തന്നെ ഞാൻ അങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ വന്നു, ഇങ്ങനത്തെ സ്ലാങ്ങടാ. ഫുള്ള് ഇൻഫ്ലുവൻസർമാര് മുഴുവൻ ആ ഒരു പാറ്റേണിലേക്ക് വന്നു തുടങ്ങിയെന്ന്. ഇപ്പൊ ചാലക്കുടിയിൽ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചാലക്കുടിയില് പറഞ്ഞു തുടങ്ങുള്ളൂ. മിക്ക ശ്രദ്ധിച്ചോ, കേട്ട് കേട്ട് മടുത്തു. ഒരു പെണ്ണുണ്ടല്ലോ മുടിയൊക്കെ കളർ ചെയ്തിട്ട് നമ്മുടെ ചാലക്കുടി ഇഷ്ടം പോലെ ഉണ്ട്. അതായത് അങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഇവർക്ക് പ്രശ്നം പറ്റുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഇവര് എന്നുള്ളത്, അവരെന്താണ് ചെയ്തോണ്ടിരിക്കണെന്നുള്ളത് ഇവര് മറന്നു പോകും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുമാത്രല്ല അവരാരാന്നുള്ളതും മറന്നു പോകും. ഞങ്ങള് ഒരു ആരെന്ന് പറയല്ല പള്ളി പെരുന്നാളിന് പോയി, ചാലക്കുടി പള്ളി പെരുന്നാളിന് നമ്മ പോകുമ്പോ എങ്ങനെയായിരിക്കും ആൾക്കാരുടെ ഒരു കോസ്റ്റ്യൂം നിന്റെ അഭിപ്രായത്തില്? അത്യാവശ്യം അടിപൊളിയായിട്ട് പോകും. ജീൻസ് ടോപ്പ് നല്ല സെറ്റപ്പ്, ചുരിദാർ അങ്ങനത്തെ ഒക്കെ അല്ലേ. ഇത് അമ്പലത്തില് താലെടുക്കാൻ പോലേ പട്ട് സാരി എടുത്ത് ഇൻഫ്ലുവൻസറാ. പട്ട് സാരി അത് ചുവന്നത് നമ്മുടെ കവിത ഭഗവതി നേരിട്ട് ആ ഒരു വൈബിലോ നോക്കാം. അപ്പൊ ഞങ്ങള് അത് ആലോചിക്കുക, ഇതെന്താണ് ഇപ്പൊ കൊച്ചി ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. നമ്മള് മിസ് ജഡ്ജ് ചെയ്യുന്നല്ല, നമ്മള് ഒരു യുണീക്ക് ആയിട്ട് ഒരാള് മാത്രം. പക്ഷെ ആൾക്ക് അങ്ങനെ വരാൻ അതല്ല അട്രാക്ഷൻ കിട്ടണം നമുക്ക്. അതിപ്പോ നമ്മള് വേറെ എന്തൊക്കെ വഴികളുണ്ട്. നമുക്കാണെങ്കിൽ മറ്റേ ഫ്ലൂറസെന്റ് പച്ച ജാക്കറ്റ് ഇട്ടാലും നമ്മ വേറിട്ട് നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവത്തിന് ഞങ്ങളിങ്ങനെ ആലോചിക്കും. ഇപ്പൊ പെങ്കൊച്ചിനെ മാത്രം എല്ലാവരും ശ്രദ്ധിക്കണം, ഇതാണെങ്കിൽ ഒറ്റയ്ക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ചിലപ്പോ ഉണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം അറിയോ, കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ പെണ്ണ് ആരെ പിടിച്ചടിക്കണ്ടായി. ഞങ്ങള് ആരോ കയറി പിടിച്ചു. ആളെത്തിരി ഷോ ഇറക്കാനാണ് ഇറങ്ങിയത്, പക്ഷെ അത് ഏറ്റില്ല. അങ്ങനത്തെ ഉണ്ട്. ഈ അത് ഇൻഫ്ലുവൻസർ ആയതിനു ശേഷമാണല്ലോ ഇങ്ങനെ വന്നാണ് ചിലവര്. ഇപ്പൊ അതല്ല ഇതിൽ മെയിൻ ഇതേപോലെ തന്നെയാണ് ഈ രേണുസുധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ആള് നെഗറ്റീവ് കൂടെ മാത്രം കയറി പോകാനുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രം ആള് നോക്കണേ. അത് ഓഡിയൻസ് കാണാനുണ്ട്. ഒരു ഇതുണ്ട് കേട്ടോ, രേണുസുധി പാടാറുണ്ടോ? നീ പാട്ട് പാടാറുണ്ടാ? അധികം ആളുടെ കാണാറില്ല. രേണുസുധി പാട്ട് പാടുறது അടിപൊളിയായിട്ട്. ഈ അഭിനയം ആണ് എനിക്ക് മറ്റേ സന്തോഷ് പണ്ഡിറ്റ് ഫീൽ വരണേ. അതേപോലെ സന്തോഷ് പണ്ഡിറ്റ് ഇറക്കിയ പാട്ടുകൾ റീമേക്ക് ചെയ്ത് ഒരു പുള്ളി ഇറക്കിയായിരുന്നു.
കേട്ട നിസാനം അടിപൊളിയായിട്ട് ആ വരിയാണ് ഈ വരിന്ന് നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല. അത് ആളുടെ ട്യൂണൊക്കെ സെയിം ട്യൂൺ തന്നെയാ. ഏതോ മഴയത്തെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ അതായത് ട്യൂണും ഓൾമോസ്റ്റ് ട്യൂണും വരികളൊക്കെ സെയിം തന്നെയാ, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണ രീതി അത് നൈസ് വൈബ്. അതേപോലെ തന്നെ രേണുസുതി ഏതോ സ്റ്റേജിൽ കയറി പാട്ട് പാടി, നൈസ് വൈബ്. അങ്ങനെ കഴിവുണ്ട് ആൾക്ക്, പക്ഷെ കഴിവേറിയ രീതിയിലാ കയറി പോണെന്ന് മാത്രം. അങ്ങനെ തന്നെയാണ് മിക്ക ഇൻഫ്ലുവൻസേഴ്സിനും നല്ലൊരു സൈഡ് ഉണ്ട്. ലൈവ് വന്നിട്ടുണ്ടായി, ലൈവ് വന്നിട്ടുള്ള കോപ്രായങ്ങൾ കണ്ടായിരുന്ന എന്നിട്ട് ആ ലൈവിന് റിയാക്ട് ചെയ്തവർക്ക് വേറെ പ്രശ്നം. ലൈവ് അല്ലത്, ലൈവാന്നാ പറഞ്ഞോള്, ലൈവാന്ന് പറഞ്ഞു. ലൈവ് പോയിക്കണത്. അപ്പൊ സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് കുറച്ച് ന്യൂഡിറ്റി കാണിച്ചാൽ കുഴപ്പമില്ലല്ലേ? ഇല്ല, സബ്സ്ക്രിപ്ഷനിൽ ഇപ്പൊ മെറ്റ എടുത്ത് കളഞ്ഞു, ന്യൂഡിറ്റി കാണിക്കാൻ പാടില്ല എന്നുള്ളത്. കുറച്ച് എക്സ്പോസ് ആവണ ഇതിൽ കിടന്നിട്ട് ഇങ്ങനെയൊക്കെ കിടന്ന് അതാണ് വേറൊരു സാധനം ഞാൻ പറയാൻ വെച്ചിരുന്ന ഒരു പോയിന്റ്. അതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതായത് ഇപ്പോൾ അറിയാത്തവർക്കായിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെ പ്രൊഫൈലിലാണോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണത് അവരിടുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമുക്ക് ആക്സസ് കിട്ടും. അതിന് കാശ് കൊടുക്കണം, സബ്സ്ക്രിപ്ഷൻ എടുക്കണതിന് മന്ത്ലി ആണെന്നാണ്, മന്ത്ലി കാശ് കൊടുക്കും. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിലെ ഇൻസ്റ്റാഗ്രാം അവർ ഇറക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് വിടാനായിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ്, ഒരു സിംഗറാണെന്ന് വിചാരിക്കും, ഒരു പ്ലേ ബാക്ക് സിംഗറാണ്, സിനിമയിൽ പാട്ട് പാടുന്നൊരു സിംഗറാണ്. ആളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ആൾ സബ്സ്ക്രിപ്ഷൻ വെച്ചു. ആളെന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് വേറെ പാടി പ്രാക്ടീസ് ചെയ്യണ സെഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആളുടെ ബാൻഡിൻ്റെ കൂടെ ജാം ചെയ്യുന്ന സെഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ആൾക്ക് സബ്സ്ക്രിപ്ഷനിൽ വിടാം. അതൊക്കെ ഭയങ്കര റോ ആയിരിക്കും ആളുടെ പാട്ട്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയണത്. അപ്പോൾ അതിനെയാണ് എക്സ്ക്ലൂസീവ് കണ്ടന്റ്, അങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ആണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ സംഭവത്തിൽ എങ്ങനെ അവർക്ക് റീച്ച് കയറണമെന്ന് അറിയോ? നമ്മളെ കൊണ്ട് ചൊറിഞ്ഞ് അതിൽ കമന്റ് ഇടാൻ പാകത്തിന് ഒരു എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? അത് അവർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അവരൊന്ന് ചീത്ത വിളിക്കണം. നമ്മള് ചിലപ്പോ അറിയാണ്ട് ദേഷ്യപ്പെട്ട് കമന്റ് ഇടും, പക്ഷെ അത് അവർക്ക് കണക്കൂട്ടിണ്ട്. അവര് നേരത്തെ കണക്കൂട്ടി, ഇന്ന വാക്കുകളൊക്കെ ഇന്ന ആൾക്കാരെ കൊള്ളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത്ര 1000 കമന്റ് 2000 കമന്റ് ഓക്കെ പിടിക്കാം, ഇത് എന്തായാലും അത്ര മ്യൂസിക് കിട്ടും, അപ്പൊ ഇൻസൈറ്റ് കയറും. ഇതൊക്കെ അവർക്കറിയാം. പക്ഷെ ഈ പറയണ ഗാങ്ങുകളിൽ നമ്മുടെ അലിൻ ജോസ് പെരേരയില്ലേ, ആൾക്കൊരു പ്രത്യേക സ്ഥായി ഭാവമുണ്ട്. അതുകൊണ്ടോ നീ ആള് എങ്ങനെയോ ഇൻഫ്ലുവൻസർ ആയി പെട്ടതാണ്. ആള് ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി വന്നതല്ല. ജനറേറ്റ് ചെയ്യേണ്ട ആളെ വെച്ചിട്ട് ഇന്നാളൊരു നമ്മുടെ ഏതൊരു പേജിൽ കണ്ടായിരുന്നു, ആളെ എ വെച്ചിട്ട് അതിന്റെ അടിയിൽ വന്നൊക്കെ എ പോലും തോറ്റുപോയി, എന്റെ മുഖത്തൊരു എക്സ്പ്രഷൻ വരില്ല എന്നും പറഞ്ഞു. പക്ഷെ ചെയ്ത് വെച്ചത് കൊള്ളാട്ടാ, ദില്ലിയൊക്കെ ആയിട്ട് ഇറങ്ങിയുണ്ടായി. അത് വെച്ചിട്ട് കൊറേ ചെയ്യുന്നുണ്ട്. കുറച്ചാളെ ഞാൻ നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല, ചെയ്തോളൂ, നമ്മളെ തന്നെ വെറുതെ ഇതിട്ടാ മതി. ഇല്ല, ഏനെ കൊണ്ട് അങ്ങനത്തെ എക്സ്പ്രഷൻസ് കുറെ ഒന്നും അങ്ങനെയൊന്നും പറ്റുന്നില്ല. ആൾക്ക് ഇനിയും ഡെവലപ്പ് ആവാൻ ഇഷ്ടം പോലെ കിടക്കണം. ഇന്നലെ VD സതീഷ് ഇട്ടിരുന്ന എക്സ്പ്രഷൻ ഇന്ന് മറ്റേ നമ്മുടെ മുന്നത്തെ മുഖ്യമന്ത്രി കോപ്പി ചെയ്യാൻ പറ്റും, പുതിയ ഇടാൻ പറ്റില്ലല്ലോ. പുതിയത് ഇടാൻ പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നിട്ട് കോപ്പി ഉത്തരപ്പെടും, കോപ്പി ചെയ്യാനല്ലേ പറ്റുള്ളൂ, പുതിയ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഒന്ന് അങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി കൊള്ളാട്ടാ, വരട്ടെ, ആളുടെ അത് വരട്ടെ, എന്നിട്ട് പറയാം. ആള് ചിരിക്കണ്ട്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. അതായത് ആള് ഇൻഫ്ലുവൻസറായി മന്ത്രി, ഇൻഫ്ലുവൻസർ ആയോണ്ടാണല്ലോ മന്ത്രിയായേ. മന്ത്രി അതിന് ശേഷം ഞാൻ ആള് മന്ത്രി അതിന് ശേഷം ആള് ഇൻഫ്ലുവൻസർ ആയിട്ട് കണ്ടേ. അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കും. മോഡിഫിക്കേഷൻ ഗണേഷ് കുമാറൊക്കെ എന്തേ, അത് പൊളിറ്റിക്കൽ കാര്യം, അത് വരട്ടെ, പ്രാബല്യത്തിൽ വരട്ടെ. ഏതൊക്കെ എപ്പിസോഡിൽ കയറിയുണ്ട് അതിലൊക്കെ ഗണേഷ് കുമാർ വന്നിട്ടുണ്ട്, നല്ലതാ. ഈ പുള്ളി കൊള്ളാം, മോഡിഫിക്കേഷനൊക്കെ സപ്പോർട്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവിടെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന രീതി, അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ഇൻഫ്ലുവൻസർ ആവുമ്പോൾ ഡെയിലി വ്ളോഗ്സ് ചെയ്യും കുറേ പേര്. ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി അവർക്ക് റീച്ച് കിട്ടാനും മോണിറ്റൈസേഷൻ ആവാനും, ഡേ ഇൻ മൈ ലൈഫ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഞാനിന്ന് രാവിലെ എണീറ്റ് ഓഫീസിൽ പോകണ വഴിക്ക് ഇത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ഒരു പ്രശ്നം വരണമെന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് ടങ് സ്ലിപ്പ് ഉണ്ടാവും, അറിയാണ്ടൊരു സാധനം പറഞ്ഞു പോകും. അതിൽ നാട്ടുകാർ മൊത്തം കയറി പിടിക്കും.
പറഞ്ഞ അതേപോലെ വന്നിരുന്നല്ലോ ജോമു. അവരൊക്കെ ഭയങ്കര അവരാ വീഡിയോ അക്കൗണ്ട് അങ്ങാണ്ട് റിമൂവ് ചെയ്ത് പോയി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായി. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. അതായത് സൈബർ ബുള്ളിങ് ഒരു സംഭവമാണത്. അതായത് അവര് കാഷ്വൽ ആയിട്ട് പറയാം. ചിലപ്പോൾ നമ്മളും പറയണ്ടാവും അങ്ങനത്തെ ഒരു ക്രിഞ്ചായിട്ടുള്ള ഡയലോഗോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡയലോഗോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയണ്ടാവും കൂട്ടുകാരുടെ ഇടയിൽ. ഇത് അവരുടെ വ്ളോഗിലും പറയണു. പക്ഷെ നാട്ടുകാരെടുത്തിട്ട് അങ്ങോട്ട് കമന്റ് നിറയ്ക്കും. അപ്പൊ അവരെ പേഴ്സണലി എഫക്ട് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ ചിലപ്പോ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയണ കാര്യങ്ങളായിരിക്കും. അത് തന്നെയായിരിക്കും ഇവരുടെ ഡെയിലി ലൈഫ് സാധാരണ പോലെ സംസാരിക്കുക, വ്ളോഗ് ഇടാം. ഇപ്പൊ നമ്മൾ തന്നെ ഈ പോഡ്കാസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയപ്പോ നമുക്കൊരു പിടുത്തം ഉണ്ടായി എങ്ങനെ വർത്താനം തുടങ്ങി. അധികം ഇരുന്നാണ് ആ മൈക്കിനോട് മരിക്കുന്നതായിരുന്നു. എന്നിട്ട് മൈക്കിന്റെ ഇപ്പുറത്ത് പോയിട്ട് വർത്താനം പറയണേ. ഞാൻ സംസാരിക്കുമ്പോ അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പിടുത്തം ഇപ്പൊ ഈ ഒരു എപ്പിസോഡിൽ എത്തുമ്പോൾ ഇത്തിരി കുറഞ്ഞുണ്ടാവും. എപ്പിസോഡുകൾ പോകുന്നതോറും അത് കുറയും. അപ്പൊ അതേപോലെ തന്നെ ആ വ്ളോഗേഴ്സിനും ഡെയിലി വ്ളോഗ് ഭയങ്കര കാഷ്വൽ സംഭവമായി. അവർക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല. അവർ മേക്കപ്പോ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല, ഡ്രസ്സ് ശ്രദ്ധിക്കാറുണ്ടാവില്ല. ആസ് യൂഷ്വൽ അത് പോകുന്നുണ്ടാവും. പക്ഷെ ഓഡിയൻസ് എല്ലാം ശ്രദ്ധിക്കുമ്പോൾ ലാസ്റ്റ് പണി കിട്ടണത് അവർക്ക് തന്നെയാണ്. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു പ്രശ്നം ടാഗ് ലൈൻ അവർക്ക് വന്നുകൊണ്ടാണ് അവർ ഡെയിലി ഇടേണ്ടി വരുന്നതും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നാട്ടുകാരെടുത്തിട്ട് കമന്റ് നിറയ്ക്കണത്. അത് അടുത്തൊരു പ്രശ്നമാണ് ഇൻഫ്ലുവൻസറിന്റെ. മുഖം കാണിക്കാത്ത കുറെ, അത് ശരിക്കും ഇൻഫ്ലുവൻസറിങ് തന്നെയാണോ? മുഖം കാണിക്കാണ്ട് ഇൻഫ്ലുവൻസ് എന്ത് വേണിയാവാലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പണ്ട് കാലത്ത് ആൾക്കാർ ബുക്കുകൾ എഴുതണു, ഇഷ്ടം പോലെ നോവലുകൾ, ബുക്കുകൾ എഴുതണു. അതിലൊക്കെ നമുക്ക് മോട്ടിവേഷൻ ചെയ്യണ ബുക്കുകളുണ്ട്. ഇഷ്ടം പോലെ മോട്ടിവേഷണൽ ബുക്സ് ഉണ്ട്. അത് വായിച്ച് ആൾക്കാർ മോട്ടിവേറ്റ് ആവണില്ലേ? അപ്പൊ അത് ഇൻഫ്ലുവൻസിങ് അല്ലേ? മുഖം കാണിക്കണം നിർബന്ധമൊന്നുമില്ല. മുഖം കാണിക്കുന്നോ വൾഗാരിറ്റി കാണിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. ഇടുന്ന കണ്ടന്റ് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? അന്നേരമാണ് ഇൻഫ്ലുവൻസർ. അല്ലാതെ ഇത്ര റീച്ച് ഉണ്ടാക്കണം എന്നുള്ള ഒരു മാനദണ്ഡം അല്ല ഒരു ഇൻഫ്ലുവൻസറിന്റെ കാര്യം ആവാനുള്ള കാര്യം. ഇവർക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവർക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കുറെ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കടകളുണ്ടാവും. ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ അധികം ഒന്നും വന്നിട്ട് പോലും ഉണ്ടാവും. ചെറിയ തട്ടുകടകൾ, ചെറിയ കടകൾ, അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിലേക്കൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സ് എത്താനൊക്കെ ഈ സാധനം നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല ഇൻഫോർമേഷൻസ് കൊടുക്കാൻ പറ്റും. പാവത എന്നുള്ള സംഭവം മുന്നിൽ നിർത്തി ഇൻഫ്ലുവൻസർ എന്ത് പാവത, അതിനെന്തെങ്കിലും മലയാളത്തിൽ പറയാ? മലയാളം അല്ലേ ഇത്? മലയാളല്ലേ എടാ? അതായത് വീടില്ല എന്നുള്ള സംഭവം ഒരു പാവത, ദാരിദ്ര്യം കാണിച്ച് ഇൻഫ്ലുവൻസർമാരാവണുണ്ട്. ഇപ്പൊ കനാലി കടുക്ക അങ്ങനത്തെ ഒക്കെ അല്ലേ അത്. പക്ഷെ അവര് നല്ലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പറ്റണ എന്താ വെച്ച് കഴിഞ്ഞാ ഇതേ പറഞ്ഞ പോലെ ക്യാഷ്, മറ്റേ ചെണ്ട കൊട്ടി ബർത്ത്ഡേ വിളിച്ചു പറയാ. അതേപോലെ അലിൻ ജോസ് പെരേര ഓപ്പോസിറ്റ് കാണുന്ന ആൾക്ക് ചിലപ്പോ അത് കോമഡി ആയിട്ട് തോന്നിയൊന്നും വരില്ല. ഇപ്പൊ നിന്റെ ബർത്ത്ഡേ അലിൻ ജോസ് പെരേരാണ്, നമ്മുടെ വിച്ചുവിന് ബർത്ത്ഡേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരില്ലേ? അല്ല അങ്ങനെ വരുമ്പോ നീ ആലോചിച്ച് നോക്കിയ നല്ലൊരു ദിവസം. ഈ ദിവസം നിനക്ക് ഇഷ്ടല്ലേ പുള്ളിനെ, പക്ഷെ ആ പുള്ളി വിച്ചുവിന്റെ ബർത്ത്ഡേ ഒരു വീഡിയോ കല്യാണത്തിന് ഇവരെ ഗസ്റ്റ് വിളിച്ചോണ്ട് പോണല്ലേ. തെണ്ടിത്തരം തന്നെ പറയാം. എടാ ഈ കല്യാണ ചെക്കന്റെ അതേ കോസ്റ്റ്യൂം തന്നെ ഇടിച്ച് അലിൻ ജോസ് പെരേര ഇറക്കിയിരുന്നു. പെണ്ണ് എന്നിട്ട് ഓടി ഓടി പോവാ. നാളെ ഇറങ്ങാൻ പോണ ന്യൂസ് എന്തായിരിക്കും? അലിൻ ജോസ് പെരേരയുടെ കല്യാണം കഴിഞ്ഞു. ഫ്രെയിം വെക്കുമ്പോ ശരിക്കുള്ള കല്യാണം ചെക്കൻ ഇപ്പുറത്തായിരിക്കേ. അവനൊക്കെ ശരിക്കും പറഞ്ഞ നല്ല അടിനെ അടിക്കണം. അല്ല അത് ഇങ്ങനെ വിളിച്ചോണ്ട് പോവാണ് കാശും കൊടുത്ത്. അത് തയ്യാറാവണ ഉളുപ്പ് വേറെ, കല്യാണ ചെക്കന്റെ വേഷാണെന്ന് പറയണത് എന്തായിരിക്കും? പക്ഷെ അവർക്ക് പൈസ നോക്കണ്ടാവുള്ളൂ. വിളിക്കണവർക്ക് ബോധം വേണം. പൊട്ടന്മാരായിരിക്കും ഇതിന് വിളിക്കണേ. അതായത് നമ്മുടെ ലൈഫിലെ ആലോചിച്ചു, അവര് ഇപ്പൊ ആ കല്യാണത്തിന് അലിൻ ജോസിനെ മാറ്റി നിർത്ത്,
അങ്ങേരെ വിളിച്ചവര് എന്തിനാ ആളെ വിളിച്ചേ? അവര് കൂട്ടുകാരായിരിക്കും ശത്രുക്കളായിരിക്കും. കൂട്ടുകാരാവട്ടെ ശത്രുക്കളാവട്ടെ, എന്തിനായിരിക്കും വിളിച്ചേ? ആൾക്ക് ഉറപ്പായ ബോധമുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാ കൊറേ ആൾക്കാര് ഇത് വീഡിയോ എടുത്തിടും, വൈറലാവും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കണ ആ ഒരു കപ്പിളുടെ കാര്യമല്ല ചോദിക്കി. അതാണ് പേഴ്സണൽ ഇമോഷൻസ് ഇവര് വിടാണ്. സോ ഈ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ വൈറലാവുക, വീഡിയോ വൈറലാവുക, ഇതാണ് മെയിൻ കാര്യം ആവണം. ഇപ്പൊ ഒരാളുടെ ഈ അലിൻ ജോസിന്റെ കൂടെ തന്നെ ഒരു കുളിക്കാത്ത ടൈപ്പ് ഒരുത്തനുണ്ട്, ഫുൾ ടൈം ഇപ്പൊ പെണ്ണുങ്ങളോട് നടക്കുന്നത്. അയാളെ എന്താ കാട്ടിക്കൂട്ടണേ? കാമപ്രാന്തനാ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ആളൊക്കെ എന്താ പറയാ, ഇപ്പൊ ആൾക്കാരുടെ മൈൻഡ് മാറി തുടങ്ങിയപ്പോ, ഇൻക്ലൂഡിങ് ഓഡിയൻസിന്റെ വരെ മൈൻഡ് മാറി തുടങ്ങി. അതായത് ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ യൂട്യൂബ് പിന്നെ ഇത്തിരി ഭേദമാണ്. ഇതൊരു ഭാഗമാണ്. അതിൽ നമ്മുടെ പോസ്റ്റുകൾ വരണം, ഇത് വൈറലാവണം, ഇത്രയും ഷെയറുകൾ വരണം, റീഷെയർ വരണം, റീപോസ്റ്റ് വരണം. ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളിലൊന്നാണ്. എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ഒരു പെങ്ങളെ പോലെ കൊണ്ടുനടന്നൊരു സ്ത്രീ ഇൻഫ്ലുവൻസർ ആവാൻ നടന്നു. അത് കഴിഞ്ഞ് ഇവള് കുറെ കാരണം കൊണ്ട് ഈ ബ്രദർ സിസ്റ്റർ എന്നുള്ള സംഭവം വിട്ട് നമ്മളായിട്ട് ഗശവിശയായി പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാഴ പടം കണ്ടപ്പോ ഫോം വിളിക്കണ റീലാട്ടാ. നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്ക് ജനിപ്പിച്ചേ? ഒറ്റമോളാ, ഒരു അനിയനോ ചേച്ചിനെ അങ്ങനെ തരായിരുന്നില്ലേന്നും പറഞ്ഞിട്ട് കരയണടാ. ഇപ്പം ഇത്ര കാലം നമ്മൾ ഈ നല്ല രീതിക്ക് ഒരു ആങ്ങളാന്നുള്ള മട്ടിൽ നിന്ന ആളെ ഇങ്ങനെ കണ്ണടച്ച് എവിടെ എവിടെ എന്ന് ചോദിക്കണ പരിപാടി. അതായത് എടാ അത് കാര്യാലോചിക്ക. ഇപ്പൊ ഞാൻ ആ പറഞ്ഞ പേഴ്സണൽ ആളുടെ പറ്റിട്ടല്ലോട്ടെ പറയണേ, ജസ്റ്റ് ഇത്ര കാര്യം ആലോചിക്ക്. ഇപ്പൊ നിന്നോട് ചോദിക്കാം, നിനക്കിപ്പോ ഭയങ്കര വിഷമം വന്നു, ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യണല്ലേ, ഭയങ്കര വിഷമം വന്നു, ഇപ്പൊ കരയുന്നുള്ള മട്ടിലാക്കണം, വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടിരുന്ന് കരയൂ. പട്ടി ചത്തിട്ട് ഇരുന്ന് കരഞ്ഞ ആളാ വീഡിയോ ഓൺ ആക്കിയിരുന്ന ഇതേ ആള്. പട്ടി ചത്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ക്യാമറയും പിടിച്ചോ പോയി. ഞാനതെ. അപ്പോ അവരുടെ ചിന്ത പോണാണ്, ആ വ്യക്തിയുടെ എല്ലാ കോമൺ ആള് റിയൽ ലൈഫിലും അഭിനയിക്കാണ്. അതെന്തെങ്കിലും ആവട്ടെ, ലൈഫിൽ അഭിനയിക്കുന്നത് വേറെ വിഷയം. അത് നമ്മള് ഇൻഫ്ലുവൻസ് ഈ സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാവണ പ്രശ്നമാണ്. റിയൽ ലൈഫിലും ആൾക്കൊരു ക്യാരക്ടർ ഇല്ല. റിയൽ ലൈഫില് ആളെന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. ഈ ഒരു ക്യാരക്ടർ എന്നുള്ള സാധനം പൊളിഞ്ഞു പോണ്. സോഷ്യൽ മീഡിയയും വൈറൽ കണ്ടന്റ്സും വരണോണ്ട് അതായത് അയാളെ പ്രേരിപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, ഇവർക്കെല്ലാം നല്ലതാണ്, നമുക്കൊന്നും നല്ലതില്ല. ഞാനും ഇമോഷണലി ചില സമയത്ത് ഡൗൺ ആയി പോടാ. കാരണം ചില സോഷ്യൽ മീഡിയയില് നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ വലിയ ബിൽഡിങ് ഭയങ്കര കോട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിന്ന് ഫോട്ടോ എടുക്കണം. അപ്പം ഞാൻ ആലോചിക്കണം, ഞാൻ മാത്രം നാട്ടില് സ്വന്തമായിട്ടൊരു ജോലി ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ ചെയ്യണു, ബിസിനസ്സാണ്. അപ്പൊ പുറത്തു പോയിട്ടെങ്കിൽ ഇവരൊക്കെ മറ്റേ ABCDയിലെ ദുൽഖർ സൽമാൻ നടക്കണല്ലോ, ജോണി മോണി ജോണി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുക. ഞാൻ വിചാരിക്കാം ഞാനും എവിടെയും പോയില്ലല്ലോ, മണ്ടത്തരായി പോയി. പക്ഷെ ഇവര് നാട്ടിൽ വന്നിട്ട് മറ്റേ കക്കൂസ കഴുകണ കഥയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് മനസ്സിലാവണേ അവരുടെ ലൈഫിലെ കൂളിംഗ് ഗ്ലാസ് വെച്ചവിടത്ത് ചാണകം ഇങ്ങനെ മെഴുകി വെച്ച ഫീൽ എനിക്ക് വന്നത്. ഇങ്ങനെ കറക്റ്റ് എന്റെ മൈലേക്ക് വന്നത് ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ എഴുതിയൊരു ഫീല്. അതായത് അതൊക്കെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം, ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് അതിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷമം വന്നാലും ഇടണം, പക്ഷെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞോണ്ട്. അതായത് അബ്രോഡ് സ്റ്റഡി, പുറത്ത് ഇന്ന ജോബ് വേക്കൻസി, അതായത് ഇവര് ഭയങ്കര ആർഭാട ജീവിതം കാണിച്ചിട്ടായിരിക്കും ഇവര് വീഡിയോ ഇടുക. അതായത് ലംബോർഗിനിയിലും ബുഗാട്ടിയിലും ഒക്കെ പോണ വീഡിയോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിയൽ ലൈഫ് ഇടാൻ പാകത്തിന് വേറൊരു സോഫ്റ്റ്വെയർ വയ്ക്കണം. അതായത് റിയൽ ലൈഫ് വേറൊരാളുടെ ചൂണ്ടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് കിട്ടും. എങ്ങനെയുണ്ട്? നല്ല ആപ്പല്ലേ? ഇപ്പൊ നീ ഭയങ്കര അടിപൊളിയായിട്ട് നടക്കണ്, നിന്റെ ശരിക്കുള്ള ലൈഫ് വേറൊരാൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടു, തത്സമയം ഒരു പെൺകുട്ടി പോലെയാണ്. അങ്ങനെയൊക്കെ പറയാം, ഞാൻ പടം കണ്ടിട്ടില്ലല്ലോ. അല്ലടാ, ഇപ്പൊ അലിൻ ജോസ് പെരേരയുടെ ആയാലും ആരുടെ ആയാലും റിയൽ ലൈഫ് ചിലപ്പോ പാവരിക്കും. റിയൽ ലൈഫ് എല്ലാവരും കാണിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ലേ, എനിക്ക് കമ്പാരിറ്റീവ്ലി അതിനൊരു എന്തോ ഒരു കുറവുള്ള പയ്യനായിട്ട് തോന്നി. അഭിനയാണ് എന്താണോ എനിക്ക് തോന്നിക്കുന്നത്. അതായത് ഇതില് എനിക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ശരിക്കുള്ള ആഡുകൾ ഉണ്ടല്ലോ, പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതില് സിനിമാ നടന്മാര് മറ്റേ
ഫുട്ബോൾക്കാർ, ക്രിക്കറ്റ് കളിക്കാർ, അവരൊക്കെ അംബാസഡേഴ്സ് ആയിട്ട് ഓരോരോ പ്രൊഡക്റ്റിന് നിൽക്കാറുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്ന് ഇത് മറ്റേ കൺസ്യൂമർ കോർട്ടിലൊക്കെ വിഷയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ അംബാസഡേഴ്സിനെ ബാധിക്കാറുണ്ട്. അവരും കൂടെ അതിന് ഉത്തരവാദികളാണ്. ഇപ്പോൾ ഓരോ സോപ്പ്, പണ്ടൊരു സോപ്പിൻ്റെ ഒരു പരസ്യത്തിന് ഒരു മലയാളത്തിൽ ലീഡ് ആക്ടർ നിന്നൊരു പ്രശ്നം ഉണ്ടാവുകയും ആൾക്കെതിരെ ഒരു സോപ്പ്, ഒരു വൈറ്റ് സോപ്പാണ്, വാഷിംഗ് പൗഡർ അല്ലല്ല, ഒരു കുളിക്കുന്ന ബാത്തിങ് സോപ്പാണ്, വൈറ്റ് കളർ സോപ്പാണ്. അതിലൊരു ലീഡ് ആക്ടർ നിന്നിട്ടൊരു പ്രശ്നം ഉണ്ടാവുകയൊക്കെ ഉണ്ടായി, ആൾക്കെതിരെ കേസ് വരെയൊക്കെ ഉണ്ടായി. അപ്പൊ ഇതേ സംഭവല്ലേ, അത്യാവശ്യം ന്യൂസ് പ്രശ്നം അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ പിന്നെ അങ്ങനത്തെ പരിപാടി പറയില്ലേ. ഒരു കാര്യം എനിക്ക് പറയാണ്ട്, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല. ആ ഒരു സാധനം ഈ സോഷ്യൽ മീഡിയയിലും വരണം. ഇവർ ചെയ്യുന്ന പ്രൊമോഷൻ പരിപാടികളുടെ എന്തെങ്കിലും ദൂഷ്യവശം ഉണ്ടെങ്കിൽ അതിന് ഇവരും കൂടെ ഉത്തരവാദികളാവണം. ഇപ്പോൾ ഫിലിം സമന്തയാണോ തമന്നയാണോ എനിക്ക് അറിഞ്ഞൂടാ, ആരോ ഒരാള് സമന്തയാണെന്ന് തോന്നുന്നു, എന്തെങ്കിലും പ്രൊമോഷൻ ഇതേപോലെ വരുമ്പോ അവര് 3 ഡോക്ടറെ അടുത്തെങ്കിലും ചോദിക്കും ആ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ട്. സമന്തല്ലേ? സമന്ത അല്ലെങ്കിലും പണ്ടാടി വിളിയാ. അപ്പോ അവര് അത്രയും ഇതെടുക്കണ്ട്. കാരണം അവർക്കറിയാം ഒരു ആർട്ടിസ്റ്റ്, ഒരു സെലിബ്രിറ്റി ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ണും പൂട്ടി ആ സെലിബ്രിറ്റിയുടെ ഉറപ്പുകൊണ്ട് മേടിക്കണ കുറെ ആൾക്കാരുണ്ടാവുമെന്ന്. അപ്പൊ ആ ബോധം അവർക്കുണ്ട്. ആ ബോധം എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും വേണം. അവരെന്ത് പ്രൊഡക്റ്റും പോട്ടെ, സർവീസ് ആവട്ടെ, പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ, എന്താണോ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് അവർക്ക് വ്യക്തമായ ബോധം ഉണ്ടാവണം. ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നായിരുന്നു. ഇപ്പൊ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പല ടൈപ്പ് കോഡിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ പ്രൊമോട്ട് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതെന്തോ 1 year കോഴ്സോ ഡിഗ്രി കോഴ്സ് അങ്ങനെ എന്തോ കൊടുക്കുന്നാണ് പറയണേ. അതിന് ചെന്നപ്പോ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, അത് കഴിഞ്ഞ് ഓൺലൈനിലെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതും ഇല്ല, ഫുൾ പേയ്മെന്റ്. അത് ഞാൻ പറയില്ല. അത് പറഞ്ഞോ നിങ്ങൾ തന്നെ ഇങ്ങനെ പേടിക്കണേ. ആ പോയ 5 ലക്ഷം പിടിക്കാൻ വേണ്ടി 10 ലക്ഷം ഇറക്കാനിരിക്കും ഞാൻ നോക്കിയത്. ഇല്ല ഞാൻ പറയില്ല. ഇൻഫ്ലുവൻസർ അതെല്ലാവർക്കും അറിയായിരിക്കും. അതാരാണ് ഇൻഫ്ലുവൻസർ? ഞാൻ വീട്ടിൽ നിന്നിട്ട് പറഞ്ഞുതരാം. നിനക്കറിയണല്ലടാ, നീ വീട്ടിക്കോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇൻഫ്ലുവൻസറില്ലേ തൊപ്പി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. പുള്ളി ഒരുമാതിരി മെന്റല് പിടിച്ച പോലത്തെ ഒരു റീൽസ് പണ്ടിട്ടായിരുന്നു. ഇപ്പൊ ഒരു മെനോ വന്നിട്ടുണ്ട്, സ്വഭാവം നല്ല രീതിക്ക് മാറി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ അങ്ങനെയൊക്കെ പറയണ. ലോകം നല്ല രീതിയിലാണോ പൊട്ട രീതിയിലാണോ എന്ന് ഇപ്പോഴത്തെ കാലത്ത് ഒരു മനുഷ്യന് സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതല്ലേ സോഷ്യൽ മീഡിയയിൽ വേറെ ഒരു യൂണിവേഴ്സ് പോലെയാണ്. പിന്നെ കുറെ പ്രാങ്ക് പരിപാടികൾ വരുന്നുണ്ട്, പബ്ലിക്കിലാവാം, വീടിൻ്റെ അകത്ത് പേഴ്സണൽ പ്രാങ്കുകളാവാം. ഇതൊക്കെ ഇവർ വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഇമോഷൻസ് ഡിസ്ട്രോയ് ആവുന്നുണ്ട്. ഇമോഷൻസ്, പ്രൈവസി. ഞാനൊരു വീഡിയോ പറയട്ടെ അങ്ങനെ കണ്ടത്. ഒരു പെൺകുട്ടി ഒരു ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കണേ. ആ ഹെഡ്സെറ്റ് ഒരുത്തം വന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് പുതിയ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുക്ക. പക്ഷെ ആ ഹെഡ്സെറ്റ് ഇവളുടെ മരിച്ചുപോയ അച്ഛൻ്റെ ആറ്റം കൊണ്ടായിരുന്നു. ആളുടെ ഓർമ്മയായിട്ടാണ് കൊണ്ടുനടക്കണം ഹെഡ്സെറ്റ് മാറ്റാണ്ട്. എന്നിട്ടാണ് പോയി കട്ട് ചെയ്ത് കളഞ്ഞാണ്. സ്ക്രിപ്റ്റഡ് അല്ല, ഒറിജിനൽ. പെണ്ണുകാരനൊക്കെ ഉണ്ട്, അതും പറയാൻ പറ്റില്ല. അതെന്തേലും ആവട്ടെ. ഇപ്പൊ അത് റിയൽ ആണെങ്കിൽ തന്നെ ഇമോഷൻസ് അവിടെ ബ്രേക്ക് ആവാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രൈവസി ഇഷ്യൂസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ വീഡിയോസ് വൈറലാക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രൈവസി ആൾക്കാരുടെ നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ. അതാണ് അടുത്തൊരു പോയിന്റ്. കുറേ പേര് ഇൻഫ്ലുവൻസർ ആവാൻ ട്രൈ ചെയ്യാണ്, ഫോളോയിങ്സ് കൂട്ടാനായിട്ട് ഓരോ വീഡിയോ ചെയ്യുക. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ആള് തന്നെ ആവേണ്ട ഒരാളല്ലേ. അതായത് ഞാനിപ്പോ ഒരു ഇൻഫ്ലുവൻസറിനെ കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയെന്ന് വിചാരിക്കാം. ഫേസ് ക്രീമോ വേണ്ട, ഹെയർ ഗ്രോത്ത് സീറാന്ന് വിചാരിക്കും. അത് ഞാൻ വാങ്ങി,
ഞാൻ ഇത് ഇവളിപ്പോ പറയാണ് ഞാനിത് ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യാണ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, ബേബി ഹെയർസ് വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ നേരെ പോയി ഓർഡർ ചെയ്ത്, അത് കഴിഞ്ഞ് സാധനം കൈ കിട്ടുമ്പോഴായിരിക്കും ഇവരുടെ അടുത്ത വീഡിയോ വേറെ വേറെ ബ്രാൻഡിന്റെ ഐറ്റം ആയിട്ട് വരും. സെയിം പ്രൊഡക്റ്റ് വേറെ ബ്രാൻഡിന്റെ. അതെ. അപ്പൊ നമുക്ക് 2 ദിവസം കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞു അത് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഒരേപോലെ ആയിരിക്കും. നിങ്ങളുടെ മുടി വളരണമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി, 7 ദിവസത്തിൽ മാറ്റം വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരണേ. അതൊക്കെ എന്നോടാ പറയണേ. അങ്ങനെ കൊറേ ചതികൾ. അതേപോലെ ഇപ്പൊ ഒരു പുതിയൊരു ക്രീം ഇറങ്ങി, ഒരു പുതിയ ബ്രാൻഡ്, ഒരു പുതിയ ബ്രാൻഡ് ഒരു ക്രീം ഇറക്കി. ഇപ്പൊ കൊറേ ബ്രാൻഡുകൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് ഭയങ്കര ഫേമസ് ആവുന്നുണ്ട്. ഫ്ലിക്സിന്റെ ഒക്കെ അതൊക്കെ ഓരോ ബ്രാൻഡുകൾ ഹോൾസെയിൽ മേടിച്ചിട്ട് റീബാഡ് ചെയ്ത് അതിന്റെ ഇപ്പൊ കൊറേ ആൾക്കാർ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ഇട്ടു ഇതിന്റെ മറ്റേ ഫേസ് ഒക്കെ പെട്ടെന്ന് വെളുക്കും പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ചേട്ടൻ കെട്ടിയായിരുന്നു പണി. അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് ഇറക്കണേ. എല്ലാവരും ഇങ്ങനെ ഭയങ്കര റിസൾട്ട് കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇട്ടു. ഇത് കണ്ടിട്ട് കൊറേ പേര് വാങ്ങി ഉപയോഗിച്ച് പലരുടെയും മുഖം പോയി. അതേപോലെ ഒരു ഇൻഫ്ലുവൻസറിന്റെ മുഖം പോയി. അങ്ങനെയൊക്കെയാണ് ഫുൾ. എന്നുവെച്ചാൽ ഇവർക്ക് പൈസ കിട്ടുമ്പോ അവര് നോക്കാണ്ട് ഇവർക്കായി ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാ? എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഒരു കേസും വരുന്നില്ല. അതെ, ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻഫ്ലുവൻസർമാർ ഇത് മേടിച്ചിട്ട് യൂസ് ചെയ്തു എന്ന് പറയും, പക്ഷെ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്യണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. അതേപോലെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പറഞ്ഞില്ല, അപ്പൊ എല്ലാവരും ഈ ഇൻഫ്ലുവൻസറിനെ ടാഗ് ചെയ്തു. ഇവരുടെ വീഡിയോ കണ്ടിട്ടല്ലേ കൂടുതൽ പേര് പോയി ജോയിൻ ചെയ്തെന്നുള്ള രീതിക്ക് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പറഞ്ഞത്. പക്ഷെ ആ കുട്ടി പറയാണ് എനിക്ക് അവരായിട്ടുള്ള എഗ്രിമെന്റ് കഴിഞ്ഞു, എനിക്കിനി ഒന്നുമില്ല, അവര് കൈയൊഴിയ. പക്ഷെ ഇവരെ കണ്ടിട്ടാണ് പലരും പോയി ചേരണത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു അംബാസഡർ എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിലും വരണം. അവരും റെസ്പോൺസിബിൾ ആവണം. അത്തരം ഒരു പ്രൊഡക്റ്റോ സർവീസോ തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ അവരും അതിന് റെസ്പോൺസിബിൾ ആണ്. പിന്നെ കൊറേ പേരില്ലേ മറ്റേ ഈ എക്സ്പോസ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാര്, നന്മമരം കളിക്കാൻ, റിയൽ ലൈഫിൽ അവർ അതിനേക്കാൾ വലിയ ചട്ടകളായിരിക്കും. അങ്ങനത്തെ ഫേക്ക് ആയിട്ടായിരിക്കും നിക്കണേ, ഒരു കാണിക്കാന്ന് ഒരു രീതി ഒരു എന്താ പറയാ ഒരു ഇമേജ് ഉണ്ടാക്കി എടുത്തേക്കാണ്. എന്നിട്ട് പക്ഷെ റിയൽ ലൈഫിൽ അവരതിനേക്കാൾ ഉഡായിപ്പായിരിക്കും. അപ്പൊ അവരെന്തിനാ ശരിക്കും അങ്ങനെ ഒരു ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കണം? എന്തിനാ എനിക്കറിയില്ല, പൈസക്കായിരിക്കും. അതേപോലെ ആൾക്കാരപ്പോ ഇവരെന്തിട്ടാലും ആൾക്കാർ വിശ്വസിക്കുകയാണ്. ചിലപ്പോ ഒന്നും ചെയ്യാത്ത ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളെ പറ്റി ഇവനെങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാലും ആൾക്കാർ വിചാരിക്കും അയാൾ പറഞ്ഞുകൊണ്ട് സത്യമായിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൽക്കണ്ടം പിടിച്ചിട്ട് MDMA എന്നും പറഞ്ഞ 1.5 ആഴ്ച ഉള്ളിൽ പിടിച്ചിട്ട ടീമുണ്ട്. പിന്നെ കൊറേ ഫാമിലി ഇൻഫ്ലുവൻസേഴ്സ്, ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇതിലിടുന്നത്. ഞങ്ങള് അമ്മ എന്താ പറയാ വല്യച്ഛന്റെ വീട്ടുകാരായിട്ട് വഴക്ക്, അങ്ങനത്തെ ഒക്കെ. അതൊക്കെ ഒരു ഫാമിലി വ്ളോഗിന്റെ കണ്ടന്റ് ആക്കി ഇടാണ്. അതാ ഞാൻ നേരത്തെ ആലോചിച്ചത്, എങ്ങനെയാണ് ഇവരുടെ പേഴ്സണൽ പ്രശ്നങ്ങള് ഇതൊക്കെ നാട്ടുകാരോട് കണ്ടന്റ് ആക്കാനായിട്ട് ഇവർക്ക് എങ്ങനെ മൈൻഡ് സെറ്റ് വരണേന്ന്. പൈസ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണവരും അല്ലെങ്കിൽ ആവാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ കുറ്റം പറയില്ല. പൈസക്ക് വേണ്ടി ശരി, അവര് പൈസക്ക് വേണ്ടി എനിക്ക് ഇൻഫ്ലുവൻസർ ആവണം, പക്ഷെ അവര് ആവാൻ വേണ്ടി ചെയ്യണ കണ്ടന്റിനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവര് കോപ്രായം കാണിച്ചോട്ടെ. ഇപ്പൊ ഉണ്ടല്ലോ സ്പൂണ് കിണർ ഒഴിക്കണത്, അതൊക്കെ എന്തിട്ടാണ് എന്താണ് അതിന്ന് ഒരു ടേക്ക് കിട്ടണ? എന്താണ് കൊളാബറേഷൻ കിട്ടിയ ആള് എവിടേക്കോ ട്രിപ്പ് പോയി. ഇപ്പൊ മെറ്റയ്ക്കും ചിലപ്പം അടുത്ത് തുടങ്ങിണ്ടാവും, കൊറേ ചവറ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി പോണോണ്ട്. പക്ഷെ അവർക്ക് ബിസിനസ് നടക്കും, ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്, ബിസിനസ്സുകൾ വരുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബിസിനസ്സുകൾ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഇങ്ങനെ ആഡ് മാനേജർ, ഈ ഇൻഫ്ലുവൻസേഴ്സ് കുറേ ഉള്ളതുകൊണ്ടാണ് കുറേ കമ്പനിക്കാർ വെബ്സൈറ്റ് തുടങ്ങണതും ആഡ് മാനേജർ ബിസിനസ്സാണ്. പരസ്യം ഇടാൻ പൈസ, പരസ്യം ഇല്ലാണ്ടിരിക്കണെങ്കിൽ പൈസ. യൂട്യൂബ് പ്രീമിയം എടുത്ത് കഴിഞ്ഞാൽ പരസ്യം വരില്ല.
അടച്ചില്ലെങ്കിലോ ബാക്കിയുള്ള പരസ്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മെറ്റക്കാരും ആരായാലും ഇവരെ അധികം നിരുത്സാഹപ്പെടുത്താത്ത. അത്യാവശ്യം ഇവർക്ക് റീച്ച് അങ്ങനത്തെ ഒരു തോന്നിയ കണ്ണി കണ്ട ആൾക്കാർക്ക് കയറ്റി വിടണത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അവർ വന്നാലേ മാർക്കറ്റ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് പുതിയ ബിസിനസ്സുകാർ ഇങ്ങോട്ട് വരികയും പരസ്യത്തിന് കാശ് തരികയും ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമും നല്ല രീതിക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻഫോർമേറ്റീവ് റീൽസുകൾ, അതായത് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോയവരുണ്ടാവും. അവരതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവിടേക്ക് എങ്ങനെ എത്താം, ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഭയങ്കര കാശാവെന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പോകാൻ പറ്റും എന്നും പറഞ്ഞിട്ടുള്ള ഓരോരുത്തരുണ്ടാവും. വിത്ത് ഫുൾ ഇൻഫോർമേഷൻ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ അതിന് നല്ലതാണ്. ഞാൻ ഒരു വീഡിയോ അങ്ങനത്തെ കണ്ടായിരുന്നു ഈ അടുത്ത്. അപ്പൊ അതില് നല്ലതുണ്ട് ചീത്തയുണ്ട്. അവര് നുണ പറയണുണ്ടാവും. ടിക്കറ്റ് ചാർജിന്റെ പൈസ അടക്കം ആള് പറയുന്നത്. അതൊക്കെ നല്ല കുതിരവണ്ടി വിളിക്കണേ ഇവിടുന്ന് വിളിക്കണം അവിടുന്ന് വിളിക്കരുത്, അങ്ങനെ കറക്റ്റ്. അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഒരു വെബ്സൈറ്റിലാണ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനത്തെ ഒരു വേറെ ചെറിയ പെട്ടിക്കടയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ടോ ചിലപ്പോൾ അറിയണമെന്നൊന്നുമില്ല ഒരു ട്രാവലിന്. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ ട്രാവൽ വ്ളോഗേഴ്സോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടണവരോ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടാം. പിന്നെ ഇപ്പോ ഒളിച്ചോടി കല്യാണം കഴിച്ച അവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ്. നെക്സ്റ്റ് ഡേ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പൊ കേറിപ്പോയാ അപ്പൊ അവര് സെലിബ്രിറ്റി ആയി. നെക്സ്റ്റ് ഡേ ഇന്റർവ്യൂ ആരൊക്കെയാണ് ഇന്റർവ്യൂ എടുക്കണെന്നുള്ളൊരു വ്യവസ്ഥ പോലും ഇല്ല. ഇവരൊക്കെ ആരാ നമ്മൾ തന്നെ ആലോചിക്കും. ഈ ഒളിച്ചോടി കല്യാണം കഴിച്ച ഈ 18 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് എന്തിനാണ് ഇന്റർവ്യൂ എടുത്തിട്ട് ഇവർക്ക് എന്താണ് ആൾക്കാരോട് പറയാനുള്ളത്? അതാണ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള. നിങ്ങള് ഇങ്ങനെ ഇത്ര ആർഭാടത്തിലൊന്നും കല്യാണം കഴിക്കുന്നത് 18 വയസ്സിൽ കല്യാണം കഴിച്ച കൊച്ചു 20 വയസ്സാവുമ്പോഴേക്കും അടുത്ത ആളുടെ കൂടി ഉണ്ടാവും. അത് ശരി, അതുണ്ട് അങ്ങനത്തെ ഒരു ഗ്യാങ് ഞാൻ കണ്ടായിരുന്നു. അത് പോരാതെ ഈ കുട്ടിയുടെ അടുത്ത് ചോദിക്കാണ് അമ്മേനെ അച്ഛനൊക്കെ മിസ് ചെയ്യണേ. ഇല്ല, എന്ത് ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കണേ? അങ്ങനെയൊന്നും മിസ്സാവരുത്. ഇമോഷണലി നമ്മള് സ്റ്റേബിൾ സ്ട്രോങ് ആയിരിക്കണം. അതാണ് ഇൻഫ്ലുവൻസ്. അത് നമ്മള് മനസ്സിലാക്കണത്. കമന്റ് അടിക്കണതിന് പകരം ഇഷ്ടപ്പെട്ടില്ലേ റിപ്പോർട്ട് ചെയ്യുക. അവർക്ക് ഈ കമന്റ് വഴിയാണ് മാക്സിമം ആൾക്കാർക്ക് റീച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോമാളിത്തരത്തിന് നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ലേ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ വരില്ല. അപ്പോൾ അവരും ഈ കോമാളിത്തരം കാണിക്കണവരും കുറേ പേരും ഒന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കാണണ്ട. അത് ശരിക്കും പ്രാവർത്തികമാക്കിയാൽ മതി. നമുക്ക് ഇഷ്ടപ്പെടില്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ. പക്ഷെ പ്രശ്നം എന്നറിയോ, ഇവരുടെ കണ്ടന്റ് എടുത്തിട്ട് വേറെ ആൾക്കാരിടും. നമ്മളിപ്പോ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്താലും വീണ്ടും ഇതന്നെ അവരുടെ വരില്ല. അപ്പൊ വേറെ പേജിൽ നിന്ന് വന്നോണ്ടിരിക്കും. ജോസ് പേരേനെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ആളെ എത്ര ആളുടെ കണ്ടന്റ് മതിയായിന്ന്. അതായത് ആള് പബ്ലിക് ഇവന്റിനൊക്കെ പോണോണ്ട് അവരൊക്കെ കോമഡി കൂട്ടുകാരനുണ്ട്. അവനൊരു അക്കൗണ്ട് ഉണ്ട്, അതിൽ അവൻ കൊറേ അവന്റെ സൂപ്പർ ഡൂപ്പർ വീഡിയോസ് ഒക്കെ ഇടും. വീഡിയോസിൽ ഇടുന്ന ഒരു കമന്റ് താഴെ നോക്കണ എല്ലാ കമന്റ്സിലും ഇവന്റെ ഏട്ടായിയുടെ സ്വന്തം മുത്തൂട്ടി അങ്ങനത്തെ ഫുള്ള് ഫേക്ക് അടി ഉണ്ടാവും എല്ലാവരുടെ തന്നെ. നല്ലൊരു പടം വരക്കാരൻ. ആ പടം വരക്കാരൻ നല്ല രീതിയിൽ പടം വരയ്ക്കും, പക്ഷെ ആൾക്ക് റീച്ച് കിട്ടില്ല. അതുപോലെ തന്നെ ഒരു കഴിവില്ലാത്ത ഒരു സ്ത്രീ ജസ്റ്റ് ഡ്രസ് ഒന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ റീച്ചാ. പ്രൊഫഷണലി ആ സംഭവം ഇട്ട് കഴിഞ്ഞാൽ പ്രൊഫഷണലി ആ കണ്ടന്റ് തന്നെയാണ് പറഞ്ഞതെന്ന് ഒന്ന് ഫിൽട്ടർ ചെയ്ത് പുറത്തിറക്കിയാൽ മതി. അതിനു വേണ്ടി മറ്റേ ആരെങ്കിലും നേരിട്ട് നിൽക്കുക, ഇറങ്ങണതിന്റെ ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ കോമാളിത്തരം. അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് അവരുടെ കസ്റ്റമേഴ്സിന് അവര് തന്നെ കുറയ്ക്കണ പോലെയല്ലേ മറ്റേക്കാരുടെ. പക്ഷെ അവര് നല്ല കണ്ടന്റ് ഇടാൻ നോക്കും. പിന്നെ ഇപ്പൊ ഇഷ്ടംപോലെ പേര് മലയാളത്തിൽ നിന്ന് തന്നെ കുറെ പേര് സിനിമയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ വലിയൊരു ഹെൽപ്പ് സോഷ്യൽ മീഡിയ സൈഡ് തന്നെയായിരുന്നു. അവരുടെ കുറെ കണ്ടന്റുകൾ ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാരുടെ മൈൻഡിൽ നിൽക്കുന്ന കുറെ കോമഡീസ് ആവട്ടെ, സീനുകളാവട്ടെ, ഇമോഷണൽ സാധനങ്ങളാവട്ടെ ഒക്കെ അവര് കണ്ടന്റായിട്ട് റീലായിട്ട് ഇട്ടുകൊണ്ടാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ അവര് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ സിനിമയിലത്തെ ഒരു അറിവും കൂടെ ഇല്ല.
അപ്പോൾ സോഷ്യൽ മീഡിയക്ക് അവിടെ ഒരു പവർ ഉണ്ട്, ആൾക്കാരെ നോട്ടീസ് ചെയ്യിപ്പിക്കാനുള്ളൊരു പവർ ഉണ്ട്. അത് നല്ല രീതിക്ക് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ഓരോരോ ബെറ്റിംഗ് ആപ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യേണ്ട. അതൊക്കെ കുറേ ബെറ്റിംഗ് ആപ്പുകളൊക്കെ ഇന്ത്യയിൽ ബാൻ തന്നെയാണ്. എന്നിട്ടും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പരസ്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് തെറ്റായ ഒരു ഇൻഫ്ലുവൻസിങ് കൊടുക്കാണ്ടിരിക്കുക. ചിലരുടെ കണ്ടന്റ് ഭയങ്കര കോമഡി സംഭവിക്കുന്നത്, നല്ല രസമായിരിക്കും കണ്ടിരിക്കുന്നത്. നമ്മള് ഒരു സ്ട്രെസ്സിൽ വന്നിട്ട് ഇത് കാണുമ്പോ ഇൻഫ്ലുവൻസർ അതൊക്കെ അല്ലല്ലോ, ഇത് മാറും. ഒരു ഷോ ആണ്, അല്ല, കണ്ടന്റ് ക്രിയേറ്റർ ആണ് അവര്. content ആണ് അത്, ഇൻഫ്ലുവൻസർ അല്ല. അവരെയും ഇപ്പൊ ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗിന്റെ അടിയിൽ തന്നെ വരണേന്നുള്ളൂ. influencers ആണ്. Content creator അല്ലേ. കണ്ടന്റ് ക്രിയേറ്റർക്കും ബ്രാൻഡ് പാർട്ണർഷിപ്പ് കൊടുക്കണ്ടല്ലോ, അപ്പൊ അവര് ഇൻഫ്ലുവൻസർ ആവൂല. അവരും പരസ്യമൊക്കെ അവരും ചെയ്തിട്ട് പരസ്യം കോമഡി ചെയ്യുന്നുണ്ട്. വഴി തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടവര്. ഒരു ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ. അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ഇൻഫ്ലുവൻസിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇൻഫ്ലുവൻസിങ് ആ വാക്കിനോട് ഇന്നും ഒരു നീതി പുലർത്താം. നീതി പുലർത്തണം. ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് പറയാനായിട്ട്. അപ്പോൾ അതിലും എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ അതിന് യൂസ് ചെയ്യാം. നമ്മുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ പറ്റണില്ലെങ്കിലും കമന്റ് ഇടാം. യോജിക്കാൻ പറ്റില്ലെങ്കിൽ കമന്റ് ഇട്ട് നോക്കാം. അത്രയൊക്കെയാണുള്ളത്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. അതുവരെയും ബൈ.